സ്നോക്കിങ് കഴിഞ്ഞ് ഇതേ എല്ലാതും ഉരുക്കി പോയിട്ടുണ്ട്. ഒരു ഷോപ്പിംഗ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, ഇന്നലെ ഇവിടെ ആകെ ഇതായി കിടക്കായിരുന്നു. എന്നൊക്കെ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഡേഞ്ചർ ആണ്. ഇതിനാണോ ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത്? ബ്ലാക്ക് ഐസ് തെന്നി വീഴാൻ നല്ല ചാൻസ് ഉള്ളത്. ഞങ്ങളവിടെ 28-ാം തീയതി പോകുന്നുണ്ട്. ഞങ്ങളുടെ KFC പേര് കൊടുക്കാന്ന് പറഞ്ഞു. അത് നമ്മളെ വണ്ടീന്റെ അവിടെ നിന്ന് അവിടെ ഇതെന്തോ ഒരു ഇതിന്റെ സെലക്ഷനൊക്കെ ഏറ്റവും നോക്കട്ടെ. ഇവിടെ നിന്ന് വണ്ടീന്റെ ഇല്ലാത്തവരൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് നോക്കിയേക്ക്. അത് തന്നെയല്ലേ എനിക്ക് മനസ്സിലായില്ല. അത് അവിടെ എവിടേക്കിട്ട് പാർട്ടിയാണ് അല്ലേ? ഫുഡ് വീടിന്റെ പുറത്തൊക്കെ എപ്പോഴും മഞ്ഞായിട്ടല്ല നിൽക്കണോ അല്ലേ? ആ വീട്ടിന് മാത്രം പോയിട്ടില്ല. പെട്ടെന്ന് ഐസ് അലിയില്ല. ഈ തണുപ്പ് നിൽക്കണ കാരണം ഐസ് പെട്ടെന്ന് അലിയില്ല. ചൂടായിക്കഴിഞ്ഞാൽ മഴ വന്നാലാണ് പെട്ടെന്ന് അലിഞ്ഞിട്ടുക. ഇന്നലെ അത്രയും കൊടും സ്നോ ആയിരുന്നു. ഐസ് പാടാണ്, ഐസ് പാടം. ഐസി മുൻവശം കാണാൻ പറ്റിയില്ലേ? ഒരു വണ്ടി കണ്ടെടുക്കാം. ബിഷപ്പിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഷോപ്പിംഗ് സെന്റർ ആണിത്. ഇതാണ് ഇവിടുത്തെ പുതിയ പൊപ്പായിസ്. എന്താ പറയാ, പൊപ്പായിസ്. പക്ഷെ ഇവിടെ ഒരു KFC കാരനുള്ള കാരണം കൊണ്ട് ഇതേവരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇനി ഇവിടുത്തെ KFC കാരന്റെ പൊപ്പായിസിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ KFC നിൽക്കണു. ആ കാരണം കൊണ്ട് ഇതേവരെ പൊപ്പായിസിലേക്ക് പോയിട്ടില്ല. സെയിൻസ്ബറി ഇവിടെ എല്ലാതും തൊട്ടടുത്താണ്. ഇപ്പുറത്ത് സെയിൻസ്ബറി, അതിൻ്റെ ആ ബാക്കിലാണ് നമ്മുടെ ടെസ്കോ, JD, നെക്സ്റ്റ്, TK Maxx, എല്ലാ സംഭവങ്ങളും ഒരേ കൂടെ കീഴിലാണ്. മാക്ഡി, അപ്പുറത്ത് KFC, തൊട്ടപ്പുറത്ത് ക്രിക്കറ്റിന്റെ ആളെ ജോയിനെ. അത് കഴിഞ്ഞ ജൂലൈ. Let's wait here. Finally reached our Tesco. ഇതാണ് ബിഷപ്പിലെ ടെസ്കോ. ഒരു സൂര്യനൊക്കെ കാണാനുണ്ട് അല്ലേ? ഇന്നലെ പോകുമ്പോഴാണ് കണ്ടിട്ടേ ഉണ്ടായില്ല. സ്കിഡാവോ നോക്കണേ, കണ്ടോ, ഫുൾ ഓഫ് ഐസ് ആയിട്ട് നിൽക്കുകയാണ്. ടെസ്കോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെസ്കോയിലേക്ക് B&Mന്റെ കവറുണ്ട്. അയ്യോടെ ഇവിടെ നമുക്ക് സ്നോ തുടങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒരു വെല്ലീസാണ് വേണ്ടത്. സ്നോയിൽ തട്ടി വീഴാണ്ടിരിക്കാം. നമുക്കല്ല അപ്പം നീക്കും. ഇത് ചെറുതാവില്ല സ്റ്റോന്, ചെറുതാവില്ല അത്. സൈസ് എങ്ങനെയാ? 35, 36. ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ പോവാത്ത ഐറ്റംസ് ഒക്കെ ഒരു റിഡക്ഷനിൽ വെച്ച് കൊടുക്കാണ് കേട്ടോ. ഇതിനെത്രയാ?
ഇതിലെന്തോ ലൈറ്റിംഗ് ഒക്കെ ഉള്ള സംഭവമാണ്, പക്ഷെ ഇത് മല്ലി വിലയില്ല. പിന്നുള്ളതൊക്കെ ഒരു ഇങ്ങനെ റിഡക്ഷനിൽ വെച്ചിട്ടുണ്ട് കുറേ ഐറ്റംസ് ക്രിസ്മസിൻ്റെ. നമുക്കിനിയിപ്പോൾ ഒന്നും വേണ്ട എന്തായാലും. എനിക്കിതൊന്നും മേടിച്ചില്ലെങ്കിൽ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. സ്നോ സ്റ്റിക്ക് എന്തൊക്കെയോ സംഭവം അറിയത്തില്ല ഇതിനെക്കുറിച്ച്. ബട്ടർ ഇതിന്റെ പൈസ എത്രയാ? ഈ ഒരു സംഭവം മേടിക്കാനാണ് കേട്ടോ ഞങ്ങൾ വന്നത്. കൊട്ട നടത്തുന്ന സാധനങ്ങളായിട്ടുണ്ട്. എന്തായാലും വീട്ടിലേക്ക് എത്തട്ടെ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു സ്റ്റോ? എന്താ എനിക്ക് എന്താ പറഞ്ഞേ വെറുതെ കണ്ടപ്പോൾ മേടിച്ചു ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബൈ ടെസ്കോ കണ്ട ഇപ്പോഴും സ്നോ കണ്ടപ്പോ കണ്ട് കിടക്കണം. അവരെന്തിനാ അങ്ങനെ സ്നോനൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നത്? ഇതാണ് കേട്ടോ സ്റ്റോറ്. സംഭവം ഒരു ഏലക്കടയൊക്കെ ടേസ്റ്റ് എവിടെയോ അതന്നെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. പുറത്തുകൂടെ അൽദീൻ്റെ കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞതാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുത്താ ടെസ്കോൻ്റെ അടുത്തല്ല അൽദീൻ്റെ ഇട്ടത്. സത്യത്തിൽ ഞങ്ങൾക്ക് നല്ല സ്നോ കിട്ടിയിട്ടുണ്ടായിരുന്ന ദിവസം. അപ്പൊ ഇന്നലത്തെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാം. ഇന്നലത്തെ മഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ മഞ്ഞൊക്കെ മുരുക്കി ഓൾമോസ്റ്റ് ഇങ്ങനെ തീരാറായതാണ് ഇതൊക്കെ. മഞ്ഞത്ത് വെറൈറ്റി അല്ലേ? സൈക്കിളില്ലാണ്ട് കാറില്ലാണ്ടാവില്ലേ? മോട്ടോർ സൈക്കിളാന്ന് കൊണ്ടിട്ടാ മറ്റേ സാധനം അതാരണം കൊണ്ട് ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റണേ. ഇതൊക്കെ പച്ചപ്പുൽപ്പാടാണ്, പക്ഷെ ഇപ്പൊ സ്നോ പെയ്തിട്ട് വെള്ളപ്പുൽപ്പാടായിട്ടുണ്ട്. സ്നോ പാടായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മള് ഫൈനലി നമ്മുടെ റൗണ്ട് ബോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ ആ വഴി കൂടിയാണ് കേട്ടോ പോയത്. അതിൽ കൂടെ പോയി വന്നപ്പോൾ പുറത്തുകൂടെ വന്നു. ഇവിടെ ഒരു ബാർ ഉണ്ടായിരുന്നേ, ലാസ്റ്റ് ഇയർ നമ്മൾ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ബാർ, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ അത് വർക്കിംഗ് നിർത്തിന്നാ തോന്നണത്. ഫൈനലി വി റീച്ച്ഡ്. ഓക്കേ ദെൻ. വാവ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കണി ഓ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും. പെയ്തോണ്ട് നിൽക്കണ്. ഗുഡ്. വട്ടികളൊക്കെ വേണമെന്ന് മാറ്റാത്തിന് വിളിക്കാം.
സ്നോ വണ്ടി പോണുണ്ട് അല്ലേ? ഇതൊക്കെ മറ്റേ സിനിമയിലുള്ള സ്ഥലം. അതന്നെ ഇങ്ങനത്തെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അയ്യോ ഞാൻ ഈ കാട്ടിക്ക് പോട്ടെ. Still heavy on the A1 southbound, but the lane closed in two because of snow on the A1 south for contact in 61, which is Goulburn. ഓ മഞ്ഞുപാടം, മഞ്ഞുപാടാണ് കേട്ടോ അത്. 66 both ways. Section closed because of the snow. Northways affected. ഫുൾ സ്നോന്റെ ന്യൂസ് ആവും പറയണം. Around North Yorkshire, the entry is closed. കണ്ടു റോഡിന്റെ വെള്ളം സെലബി. Publishes the vegetable calendar of the year. So I asked him. അപ്പൊ ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, സീ യു.